അടുത്ത ആഴ്ചയിലെ പവർ ടീമിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് എല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് പവർ ടീം അംഗങ്ങൾക്ക് ഓരോ ടീമിനെയും വിളിച്ചിട്ട് 3 ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കാം. അതിൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഏത് ടീമാണോ ആൻസർ എല്ലാം പറയുന്നത് അവരായിരിക്കും അടുത്ത ആഴ്ചയിലെ പവർ ടീം. അങ്ങനെ ടീം 10 പവർ ടീം അംഗമായ അപ്സരയും ഗബ്രിയും ചോദിക്കുന്നു, ഇപ്പോഴുള്ള ഒരു പവർ ടീമിൽ നിൽക്കാൻ അർഹതയില്ലാത്തത് ആരെന്ന് ഇങ്ങനെ നന്ദനയോട് ചോദിക്കുമ്പോൾ നന്ദന ഒറ്റയടിക്ക് മറുപടി എല്ലാം പറയുന്നത് ഗബ്രിയുടെ പേരാണ്. റീസൺ ആയിട്ട് പറയുന്നത്, ഞങ്ങൾ വന്നിട്ട് 3 ഡേയ്സ് ആയിട്ടുള്ളൂ, അപ്പോൾ ഞങ്ങളിൽ ഒരാളെ പോലും പവർ റൂമിൽ കയറ്റാതെ ജാസ്മിൻ എന്ന ചേച്ചി ആദ്യം കയറ്റിയത് അവിടെ ഗബ്രിയാണ്. പുള്ളിക്കാണെങ്കിൽ ഒരുപാട് വട്ടം പവർ ടീമിലെല്ലാം കയറാനുള്ള അവസരം കിട്ടി, എന്നിട്ടും പുള്ളി എന്തെങ്കിലും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഞങ്ങൾ വൈൽഡ് കാർഡ്സിനെ എല്ലാം പവർ ടീമിൽ കയറ്റാൻ നിങ്ങൾക്ക് പേടിയായിട്ടാണോ നിങ്ങൾ ചോദിക്കുമ്പോൾ പവർ ടീം അംഗമായ അപ്സര പറയുന്നു, ഗബ്രിയും ജാസ്മിനും നന്നായിട്ട് കളിച്ചത് കൊണ്ടാണ് അവരുടെ ടീമെല്ലാം കഴിഞ്ഞ ആഴ്ച വിജയിച്ചത്, അതുകൊണ്ടാണ് അവർ ക്യാപ്റ്റനായതും അതുപോലെ തന്നെ പവർ ടീമിൽ നിൽക്കുന്നതും. അങ്ങനത്തെ ഒരാൾ നിൽക്കാൻ അർഹതയില്ലെന്ന് പറയുന്നതിൽ ഞാൻ യോജിക്കുന്നില്ലെന്ന രീതിയിൽ ഇങ്ങനെ അപ്സരയുടെ മറുപടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ടീം 10 മിക്ക മത്സരാർത്ഥികളും പറഞ്ഞ പേര് ഗബ്രിയുടേതാണ്. ഇൻഡിവിജ്വലായി കളിക്കേണ്ടതിന് പകരം ജാസ്മിന്റെ വാലായി നടക്കുന്ന റീസണുകളെല്ലാം നിരത്തുന്ന ടീം 10 എല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ഒരു ടാസ്കോടും കൂടി ഗബ്രിക്കാണ് അവിടെ കൂടുതൽ പണിയെല്ലാം കിട്ടിയത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.